നമസ്കാരം. CPM വീണ്ടും പ്രതിരോധത്തിൽ, സർക്കാരും ഒപ്പം പ്രതിരോധത്തിലാവുകയാണ്. മാസപ്പടി വിവാദം വീണ്ടും തലപൊക്കുന്നു. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയുടെ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ എല്ലാ ഇടപാടുകളും പരിശോധിക്കുന്നു. ദിവസങ്ങൾക്കകം റിപ്പോർട്ട് കൊടുക്കണം. ഈ പശ്ചാത്തലത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാനും അതുപോലെ കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളെ അവരോട് വിവരങ്ങൾ തേടാനുമുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെ എങ്ങനെ നേരിടും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് CPMൻ്റെ ഏറ്റവും വലിയ തലവേദന. വീണ വിജയൻ്റെ ഭർത്താവും ടൂറിസം മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം വളരെ സൗമ്യമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതുപോലെ EP ജയരാജൻ LDF കൺവീനർ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വാക്കുകളിൽ നിന്ന് ഏറ്റ ആ ഒരു പ്രതിരോധം, ആ വിഷയം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി അത് ചർച്ചയാകുന്നതിനിടയ്ക്കാണ് ഈ മാസപ്പടി വിവാദവും വീണ്ടും വരുന്നത്. ഇത് CPMന് ഒരു രാഷ്ട്രീയ പ്രഹരമായി മാറി, രണ്ടാം പ്രഹരമായി മാറി എന്നുള്ളതാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണം പുതിയ ഒരു പ്രതിസന്ധി പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ കേന്ദ്ര സർക്കാരിൻ്റേത് രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് CPM വിലയിരുത്തുന്നത്. ഇങ്ങനെ എന്ത് നടപടി ഉണ്ടായാലും അതിനെ രാഷ്ട്രീയമായ പ്രതികാര നടപടിയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യമായിട്ടും ഒക്കെയാണ് CPM പലപ്പോഴും കാണുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കരുവന്നൂർ വിഷയത്തിലും ഇതുതന്നെയായിരുന്നു CPMൻ്റെ നിലപാട്. ഇത്തരം ഇടപെടലുകൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല നേതാക്കൾക്കെതിരെയും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ വരാനുള്ള സാധ്യതയാണ് CPM ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതിയിലെ ധാരണ. എന്നാൽ വിഷയത്തിൽ പ്രത്യേക ചർച്ചയൊന്നും ഉണ്ടായില്ല. ഈ വിഷയം ചർച്ച ചെയ്തില്ല. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവാദം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി പാർട്ടിക്കും സർക്കാരിനും ബുദ്ധിമുട്ടുണ്ടാക്കാനും പാർട്ടിയെ തോൽപ്പിക്കാനുമുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കത്തെ കരുതലോടെ ചെറുക്കും എന്നാണ് ഇന്നലെ സംസ്ഥാന സമിതിയിൽ വ്യക്തമായത്. ആദായനികുതി തർക്കപരിഹാര ബോർഡിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ചർച്ചയായി അലയടങ്ങിയ പ്രശ്നമെന്ന പ്രതിരോധമാകും പാർട്ടിയുടെ തന്ത്രം. അലയടങ്ങിയ പ്രശ്നം അത് കുറേ നാൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നു. അത് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. നിയമയുദ്ധം വീണ വിജയൻ വ്യക്തിപരമായി നടത്തും എന്ന നിലപാടെടുക്കും. അത് പാർട്ടിയും സർക്കാരിനെയും ബാധിക്കാതിരിക്കാൻ സംഘടനാ ജാഗ്രതയും ഉണ്ടാകും. ഔദ്യോഗിക നിലപാട് ഇന്ന് വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കുമെന്നാണ് സൂചന. CMRലും എക്സാലോജിക്കും തമ്മിലുള്ളത് രണ്ട് കമ്പനികളുടെ കരാർ പ്രകാരമുള്ള ഇടപാടാണെന്നും അക്കൗണ്ട് വഴി നടന്ന പണവിനിമയം സുതാര്യമാണെന്നുമാണ് മാസപ്പടി വിവാദത്തിൽ CPM വിശദീകരിച്ചത്. പക്ഷേ അക്കൗണ്ട് വഴിയാണെങ്കിൽ കൂടി ഈ പണം കൈക്കൂലിയായി മാസപ്പടിയായി മാറുമ്പോൾ അത് ന്യായമായ പണമാണോ അല്ലെങ്കിൽ ന്യായമായ ഒരു ഇടപാടാണോ എന്നാണ് അന്ന് പലരും തിരിച്ച് ചോദിച്ചത്. കേരളത്തിലും കർണാടകയിലും നികുതി അടച്ചെന്ന് ധനവകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദായനികുതി തർക്കപരിഹാര ബോർഡിൻ്റെ ഉത്തരവിൽ സ്വാധീനമുള്ള ഉന്നതൻ്റെ മകൾ എന്ന് വീണയെ വിശേഷിപ്പിച്ചതിൽ തന്നെ രാഷ്ട്രീയം കലർന്നിട്ടുണ്ട് എന്നാണ് തുടക്കം മുതൽ CPM വാദിക്കുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലും ഉത്തരവിലെ ദുഷ്ടലാക്ക് പരാമർശമായിരുന്നു. കേന്ദ്ര അന്വേഷണം വരുമ്പോഴും ഇതേ സമീപനം സ്വീകരിച്ചാൽ മതി എന്ന് തന്നെയാണ് CPMലെ ഇപ്പോഴുള്ള ധാരണ. എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് BS വരുൺ, KM ശങ്കരനാരായണൻ, A ഗോകുൽനാഥ് എന്നിവരാണ് അന്വേഷിക്കുന്നത്. ഇവരോട് 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര കമ്പനികാര്യ ഡയറക്ടർ ജനറലിൻ്റെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. CMRL, എക്സാലോജിക് എന്നിവ നൽകിയ വിശദീകരണം അവ്യക്തമാണെന്ന് എറണാകുളത്തെ കമ്പനി രജിസ്ട്രാറും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. KSADC ആകട്ടെ മറുപടി നൽകിയിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് കമ്പനി നിയമത്തിലെ 210(1)(c) വകുപ്പ് പ്രകാരം 3 സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് സ്വകാര്യ കമ്പനിയായ CMRL 1,72,00,000 രൂപ നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായനികുതി തർക്കപരിഹാര ബോർഡാണ് നേരത്തെ കണ്ടെത്തിയത്. ഈ വിഷയമാണ് അന്ന് വലിയ ചർച്ചയായത്. ഇപ്പോൾ അതിൻ്റെ അലയൊലികൾ അടങ്ങി നിൽക്കുമ്പോഴാണ് CPMന് പുതിയൊരു പ്രതിരോധവുമായിട്ട് ഈ ഒരു കേസ്, മാസപ്പടി വിവാദവും കേസുമൊക്കെ വീണ്ടും പൊങ്ങി വരുന്നത്, അതിൻ്റെ അന്വേഷണമൊക്കെ. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രതികാര നടപടിയാണെന്ന് പറയാം. എങ്കിലും മറ്റ് അന്വേഷണങ്ങളും മറ്റ് കാര്യങ്ങളും കഴിഞ്ഞ ശേഷം മാത്രമേ ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനും കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. അതുവരെ രാഷ്ട്രീയമായ പ്രതിരോധ ആയുധങ്ങളുമായി CPM രംഗത്ത് വരിക തന്നെ ചെയ്യും.